എന്തുകൊണ്ട് ആലത്തൂർ ഇടതുമുന്നണിക്ക് അനുകൂലമായി വിധി എഴുതണം? അതിന് പറഞ്ഞത് ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിക്ക് അനുഗുണമായ രീതിയിൽ എം പിമാരെ സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലൈ ചെയിനായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിൽ പത്മജ വരുന്നു, അതിന് തൊട്ട് മുമ്പ് അനിൽ ആന്റണി വരുന്നു. വന്നവരെല്ലാം പ്രമുഖരാണ്. പ്രമുഖരെന്ന് പറഞ്ഞാൽ പ്രമുഖരുടെ മക്കളാണ്. നമ്മൾ കണ്ടു, നിലമ്പൂരിൽ ഒരു പോസ്റ്റർ കണ്ടു, ലീഡറിന്റെ പടമാണ് BJPയുടെ പോസ്റ്ററിൽ. സങ്കല്പിക്കാൻ കഴിയും ഒരു കാലഘട്ടത്തിന് മുമ്പ് കെ കരുണാകരന്റെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിക്കുന്ന അവസ്ഥയിലേക്ക് BJPയെ കരുത്തുറ്റതാക്കി മാറ്റുന്നത് കോൺഗ്രസ് ആണ് എന്നതാണ് ആരോപണം. മറുപടി അതിനു മുമ്പ് പ്രിയപ്പെട്ട അരുൺ മാഷിന്റെ ഇൻട്രോ വളരെ നല്ല ഇൻട്രോ ആയിരുന്നു. അമ്മാരി കമന്റ് ഒക്കെ പറയാലോ അല്ലേ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. പറയാലോ അല്ല, ചിലടത്ത് അമ്മാരി കമന്റ് പറയാൻ മനസ്സിലായി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട എന്നുള്ളത്. കമന്റ് ഒന്നും വേണ്ട. ഇവിടെ പ്രിയപ്പെട്ട LDFന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു, ജഗദാംബിക പാൽ എന്ന് പറയുന്ന ഒരാള് പാർട്ടി വിട്ടു പോയി എന്ന് പറഞ്ഞു. ഈ ജഗദാംബിക പാല് മുഖ്യമന്ത്രിയായിരുന്ന ഒരേ ഒരു ദിവസമാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് കാലം മുഖ്യമന്ത്രിയായിരുന്നയാളാണ് ഈ ജഗദാംബിക പാല്. ഇതുപോലെയാണ് ഇവരുടെ ലിസ്റ്റ് എടുത്ത് വരുന്നത്. ഏറ്റവും മിനിമം ഇവരൊക്കെ കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ച് ആണ് BJPയിൽ ചേർന്നിട്ടുള്ളത്. പക്ഷേ ബംഗാളിലെ മാൽഡ നോർത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് 2019 താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഗഗൻ മുർമു. അദ്ദേഹം താമര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് MLA ആയിരിക്കുമ്പോഴാണ് BJPയിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ചത്. നാണക്കേട് ഇതിന് പരമുണ്ടോ? പക്ഷേ ഇന്ന് കേരളത്തിൽ BJP അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ 4 പേരും പഴയ UDF-കാരാ. ഇവർക്ക് എന്ത് സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ളത് കാലം തെളിയിക്കേണ്ട ഒന്നാണ്. മറ്റൊരു കാര്യം പറയാം. ഇവിടെ സൂചിപ്പിച്ചു SM കൃഷ്ണ കോൺഗ്രസ് വിട്ടുപോയി. ആ കർണാടക ഇപ്പോ ഫാസിസത്തെ ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിച്ചു. അവിടെയും പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു നയമായിരുന്നു ഈ LDF-ന്റേത്. ഈ ചിറ്റൂരിൽ നിന്നാണ് എപ്പോ കുത്തി അവർക്ക് ഈ കർണാടകയിൽ അവർ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ BJPയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥികളെ നിർത്തുകയും കുറച്ച് വോട്ട് വാങ്ങി അവിടെ കോൺഗ്രസിന്റെ വിജയം ഇല്ലാതാക്കുവാൻ. പക്ഷേ കർണാടക മുഖ്യമന്ത്രിക്ക് കേരള മുഖ്യമന്ത്രിയുമായിട്ട് ഈ കേന്ദ്രത്തിന്റെ കണത്തിന്റെ കാര്യത്തിൽ ഒരേ ശബ്ദമായിരുന്നല്ലോ. കേന്ദ്രത്തിന്റെ കാര്യത്തിൽ ഒരേ ശബ്ദമാണ് എന്ന് പറയുന്നതിന്റെ കാരണം കേന്ദ്രത്തിന്റെ അവഗണന ഇല്ല എന്ന് പ്രതിപക്ഷം ഇവിടെ പറഞ്ഞിട്ടില്ല. കർണാടക സർക്കാരിന് അങ്ങനെ ഒരു ആരോപണമുണ്ട്. കർണാടക സർക്കാർ എന്തിനു വേണ്ടി സമരം ചെയ്തു കേരളത്തിലെ കോൺഗ്രസ് കൈകോർത്തില്ല. കേന്ദ്രത്തിന്റെ അവഗണനയുണ്ട്. ആർക്കാണ് ഇവിടെ തർക്കം? കേന്ദ്രം ശ്വാസം മുട്ടിക്കുകയാണ്, സമരം ചെയ്യാതെ തകർക്കുകയാണ്. എന്താണ് രമ്യ ഹരിദാസ് എം പി ദില്ലി ചലോ മാർച്ചിൽ പങ്കെടുക്കാത്തത്? മാഷെ കണക്കുകൾ കൊടുക്കണ്ടേ? ഇവർ വാങ്ങിച്ചിട്ടുള്ള പൈസ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വാങ്ങിച്ചിട്ടുള്ള പൈസ യൂട്ടിലൈസേഷൻ നടത്താതെ വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് 1ാം നിലയിലേക്ക് ലിഫ്റ്റ് നടത്തുവാനും ക്ലിഫ് ഹൗസിൽ നായയെ കുളിപ്പിക്കുമെന്ന് പണ്ട് നായനാര് പറഞ്ഞ ആ കുളം, ആ സ്വിമ്മിംഗ് പൂള് വൃത്തിയാക്കാൻ പണം കുഴി വൃത്തിയാക്കാൻ ലക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് ഞങ്ങളുടെ സഹോദരങ്ങളായ ശരത് ലാലിനെയും കൃപേഷിനെയും അറുംകൊല ചെയ്ത ആ ദുഷ്ടന്മാരെ, ആ ക്രിമിനലുകളെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ 80 ലക്ഷത്തോളം കൊടുക്കുകയാണ്. ഞങ്ങളുടെ ധീര രക്തസാക്ഷികളുടെ ആ കൊലയാളികളെ CBI പിടികൂടാതിരിക്കാൻ വേണ്ടി, TP ചന്ദ്രശേഖരന്റെ കൊലപാതകളെ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി കോടികൾ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഇവിടെ പണം ചെലവാക്കുന്നത്. ദൂർത്താണ് ഇവിടെ നടപ്പിലാക്കുന്നത്. വകമാറ്റിയാണ് ഇവിടെ ചെലവാക്കുന്നത്. പിന്നെ എന്തിന് രമ്യ ഹരിദാസ് പോണം? അതാണ് ചോദ്യം. പിന്നെ എന്തിന് രമ്യ ഹരിദാസ് പോണം? രമ്യ ഹരിദാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ചിറ്റൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതെ. ഒരു ചോദ്യം ഞാൻ മണ്ഡലത്തിലേക്ക് വരാം. നമ്മൾ ദേശീയ രാഷ്ട്രീയമാണ് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തത്. ഞാൻ ഉല്ലാസിന്റെ കൂടെ ഒരു പ്രതികരണത്തിന് വരാം.